നമസ്കാരം. ടൈം മീഡിയയുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. മിന്നും താരം എന്ന ഈ പരിപാടിയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇന്തോനേഷ്യയിലെ ബാലിയിൽ നടന്ന ഹോക്കി ചാമ്പ്യൻഷിപ്പ് നേടിയ മലയാളി താര റിൻഷിദക്കൊപ്പമാണ് നമ്മൾ ഈ എപ്പിസോഡ് പങ്കെടുക്കുന്നത്. റിൻഷിദ, നമസ്കാരം. നമസ്കാരം. പിന്നെ ഏഴിലെത്തിയപ്പോഴാണ് ഞങ്ങളെ സ്കൂളിലെ ഹോക്കി തുടങ്ങിയത്. അന്ന് മുതലേ ഹോക്കി ടീമിൽ ഞാൻ ഉണ്ട്. ആ ഒരു മൂവ്മെൻറ്റിനെയും അവളുടെ സ്പീഡിനെയും അവളുടെ താല്പര്യത്തെയും ഒരു പ്രാക്ടീസിന് വിളിക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും മിനിമം ക്വാളിറ്റി എന്ന് പറയുന്നത് അതിലുള്ളൊരു അർപ്പണബോധമാണ്. അത് ആ കുട്ടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അവളെ സെലക്ട് ചെയ്യുന്നതിനുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സ്റ്റിക്ക്, അവർക്ക് ആവശ്യമായ മറ്റു മെറ്റീരിയൽസ്, ബോള്, ഷിൻ ഗാർഡ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഒപ്പം ഗോൾ കീപ്പർ കിറ്റ് എന്ന് പറയുന്നൊരു സാധനം ഹോക്കിയിലുണ്ട്. ഏറ്റവും ചിലവ് വരുന്ന സാധനം അതാണ്. ഏകദേശം 20,000 രൂപ ഒരു കിറ്റിന് ചിലവ് വരുന്ന ഒരു സംഭവമാണ് ഗോൾ കീപ്പർ കിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ടീമിലെ 3 പേര് കളിക്കാനും തുടങ്ങിറങ്ങും. അങ്ങനെ പോയിന്റ്സ് ഓരോരുത്തർ തൊട്ടാൽ പോയിന്റ്സ് കൂടും. അങ്ങനെയാണ് കോക്കോ. പിന്നെ എങ്ങനെയായിരുന്നു ഈ ഹോക്കി ടീമിലേക്കുള്ള വരവ്? ഹോക്കി എന്താണെന്ന് അറിഞ്ഞിരുന്നു ആദ്യം? ഇല്ല, ഹോക്കിയെ കുറിച്ചൊന്നും അറിയില്ല. പീറ്റ് റൂമിൽ ഹോക്കി സ്റ്റിക്ക് ഇങ്ങനെ നിൽക്കുന്നല്ല, ഞങ്ങൾക്ക് ഹോക്കി എന്താണെന്ന് അറിയുന്നില്ല. നാട്ടിൽ ഇവിടെ അയൽവാസികൾ നല്ല സപ്പോർട്ടാണ്. പിന്നെ ഈ ഇന്തോനേഷ്യ പോകുമ്പോൾ എനിക്കും പേടിയുണ്ടായിരുന്നു സൊസൈറ്റിയിൽ നല്ല പ്രശ്നം ഉണ്ടാവുമെന്ന്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭയങ്കര സപ്പോർട്ടായിരുന്നു നാട്ടിൽ നിന്നുണ്ടായിരുന്നത്. ഇന്തോനേഷ്യ പോകാൻ തന്നെ എന്നെ സഹായിച്ചത് ഇവിടുത്തെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് കമ്മിറ്റി ആയിരുന്നു. പിന്നെ ഓര് വന്നപ്പോഴും പോയപ്പോഴും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഭയങ്കര സപ്പോർട്ടോടെ.